ഡ്രീമിങ് ഓഫ് യു കീപ്സ് മീ സ്ലീപ്പ്, ബീങ് വിത്ത് യു കീപ്സ് മീ അലൈവ്. എന്നാ പിന്നെ അത് നേരിട്ട് പറഞ്ഞ പോരെ? അങ്ങനെ എല്ലാം പറയാൻ കഴിയോ? എന്ത് കുന്ത. ഇനി എന്ത് പരിപാടി? എന്ത് പരിപാടി? നീ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ മെസ്സേജ് പിന്നെയും വായിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അയ്യോ കവിടെന്താ എന്താ എവിടെ? എന്ത്? അങ്ങനെ എല്ലാ കാര്യം പറയാനുള്ളതല്ലോ. പോയോ? എവിടെ പോയി? എവിടെ പോയി? കാണുന്നുള്ളൂ. പ്രീതി ലക്കി കണ്ടോ? അവളൊന്നും പറയാണ്ട് അങ്ങ് ഇറങ്ങിപ്പോയല്ലോ. എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടക്കുണ്ടായ? ഒന്നുമില്ല ചേച്ചി, ബില്ലെടുത്തോളൂ. ആ ഇത് നല്ല ടഫ് പരിപാടിയാണല്ലോ. എന്താണ് ചൂലിനെ പരേഡ് പഠിപ്പിക്കുന്ന? പരേഡ് പഠിപ്പിക്കുന്നതിന്റെ കുഞ്ഞമ്മ. പിന്നെ ഇങ്ങനെയാണ് അതെല്ലാം തൂക്കുന്നത്? തിരിച്ചു പിടിക്കല. അതിന് ഞാൻ തൂക്കല്ല, ഞാൻ വേറൊരു കാര്യം പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് നിനക്ക് ഓഫീസിലുള്ള ക്രിയേറ്റീവ് വർക്ക്, ക്രിയേറ്റീവ് സ്വീപ്പിംഗ്. അതെന്താണ്? കണ്ണ് ദാനം ചെയ്താ? കണ്ണ് ദാനം ചെയ്യാൻ ഞാൻ ചത്തിട്ടില്ല. ഇത് വേറൊരു അഴിക്കില്ലേ അല്ല ചെങ്കണ്ണാണെങ്കിൽ പരത്താൻ നിൽക്കണ്ട. എനിക്ക് ചെങ്കണ്ണും കോങ്ങണ്ണൊന്നും ഇല്ലടിയാ. ഞാൻ അന്ധന്മാരുടെ ലോകം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ അന്തന്മാരെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ അന്ധന്മാരെന്ന് വിളിക്കുന്നത്. അതെ. അവരുടെ ലോകം എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ശ്രമം. സഹോദര, നീ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കൊളാക്കരുത്. ഞാൻ കോപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് ഇനി ബാക്കി പണിയുള്ളൂ. അപ്പോൾ കൊള്ളാം. അല്ല ഇപ്പം എന്താ ഇങ്ങനെ ഒരു ശ്രമം? അതെന്താ ശ്രമിച്ചൂടെ? എനിക്ക് മനസ്സിലായി. ഇവിടെ കിട്ടി കൊച്ചു കള്ള. എന്ത്? നിന്റെ പുതിയ കഥയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടല്ലേ? നിനക്ക് മനസ്സിലായില്ലേ? അബ്സല്യൂട്ട്ലി. നിനക്ക് ബന്ധനാവണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഈ കർണാടകയൊന്നും വേണ്ട. പിന്നെ വഴിയുണ്ട്. പതുക്കെന്ന്. അപ്പൊ നിനക്ക് അന്തരാവണ്ടേ? അന്തെന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് അന്തരാവണ്ട. അവരുടെ ലോകം ഒന്ന് കണ്ട് പുറത്തിറങ്ങിയാൽ മതി. അവരുടെ ലോകം മാത്രമല്ല, നിന്നെ ഞാൻ 3 ലോകം കാണിക്കും. ഓക്കെ, ഇതെത്ര? എന്ത്? എടാ നിനക്കൊന്നും കാണില്ലേ? കണ്ണ് കെട്ടിയിട്ട് പിന്നെ ഒന്നും കാണുന്നില്ല ചോദിച്ചോ? എൻ്റെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന്? നിന്റെ 10 വിരലല്ലേ? ഈയിടെ കണ്ണ് കാണുന്നില്ലാന്ന്. അവൻ്റെ ഒരു ടെസ്റ്റ്. അതൊന്നും വേണ്ട. നടന്നോ? എങ്ങോട്ട്? മുന്നോട്ടാ 3 സ്റ്റെപ്പ് നടന്നോ? കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല, നടന്നോ. 1 2 3. എടാ എനിക്ക് അന്ധനായിട്ട് അഭിനയിക്കാനാണല്ലോ, കൈകാലം ഓടിക്കാനല്ല. എടാ ഇതാണ് അന്ധൻ്റെ ലോകം. അനിയ, എനിക്കറിയേണ്ടത് വർഷങ്ങളായിട്ട് കണ്ണ് കാണാത്ത അത്യാവശ്യം ചുറ്റുപാടുകളായിട്ട് പൊരുത്തപ്പെട്ട ഒരു അന്ധൻ്റെ ലോകമാണ്. അതായിരുന്നല്ലേ? അതാണ് ഇപ്പൊ ശരിയായി തരാം. ഇങ്ങോട്ട് പിന്നെയും തുണി. നടന്നോ? ഓൺ യുവർ മാർക്ക് ഗോ. ഇതെന്താ ഓട്ട മത്സരം? 2 സ്റ്റെപ്പ് മാത്രം കേട്ടോ. 2 സ്റ്റെപ്പ്. ലെഫ്റ്റ്. മുട്ടിയാ പറഞ്ഞോ? ലെഫ്റ്റ് അല്ലേ? റൈറ്റ് അല്ലടാ, ലെഫ്റ്റ്. നീ മുട്ടിയാ പറയില്ലേ? പറയാം, പൊക്കോ. മുട്ടിയാ? ഇല്ല, നടന്നോ? മുട്ടിയാ? ഇല്ലടാ, നടന്നോ? മുട്ടിയാ? ഇല്ല. എന്തേലും പറ്റുകളിയാ? നീ പക പോക്കാണല്ലോടാ. ഞാനോ? എടാ നിന്റെ ക്യാരക്ടർ ഒന്നാൻ വേണ്ടിയില്ലേ? നമുക്കേ വേറൊരു സ്ഥലത്തേക്ക് പോവാം. അവിടെ ആകുമ്പോൾ തട്ടലും മുട്ടലും ഒന്നും ഉണ്ടാവില്ല. അതെവിടെ? ടെറസിലേക്ക്. എവിടെയും തട്ടാതെ നേരെ താഴെ പോവളിയാ. ഞാൻ കോമാ പേഷ്യൻ്റെ കഥ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനില്ലേ ഇവിടെ. നീ വാ, ധൈര്യട്ടോ. കൊല്ലാൻ കൊണ്ടോ പാടാ.
എടാ അഭി, നീ എന്താ സ്വന്തം ഫോട്ടോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളിക്കാ? അങ്ങനെ എന്നെയും ഫ്രെയിമിലാക്കി ചുമരി തൂക്കാനുള്ള പരിപാടിയാ. നീ എന്താ ഫോൺ എടുക്കാത്ത? ആരുടെ? എൻ്റെ. എടാ നിന്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഫോണാണോ? നിന്റെ ഫോണല്ലേ? എത്ര തവണയായിട്ട് വിളിക്കുന്നത്? ഞാൻ 2-3 തവണ വിളിച്ചു. മറന്നുപോയോ? മറക്കേ നീയാ? ആ ഫോണൊന്നും എടുത്ത് കാണിച്ചേ. ഇതാണോ നിന്റെ ഫോൺ? ആ ഓ, ഫോൺ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അത് ഞാൻ പറയേണ്ട ഡയലോഗല്ലേ? നീ ഇവിടെ ഒന്നും അല്ലേ അഭി? എടാ തോമസ് ഏട്ടൻ വിളിയോട് വിളിയാണ്. ബോംബെന്നാ? ആ ബോംബെന്ന് ദാവൂദ് ഇബ്രാഹിം. നിനക്കെന്താ ഭ്രാന്തായ? അത്ര നല്ല ഓഫർ ആണെങ്കിൽ പോവാൻ പറ വിനോദേട്ടാ. ഓ ഭാഗ്യം, വിനോദേട്ടൻ. ആ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ആ ഫോട്ടോസ് ഉള്ള ആൽബം ഇവിടെ. ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ കത്തിച്ചളഞ്ഞു. എന്നിട്ട് ആഷസ് ഒക്കെ ഒരു കുപ്പിയിലാക്കി ഞാൻ മുംബൈക്ക് അയച്ചിട്ടുണ്ട്. അയ്യോ, ആഷസ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ സ്റ്റീവ് സ്മിത്തിന്റെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആർച്ചൊരു ചിരിച്ച് എന്തൊരു ചിരിയായി പോയി. എടാ ആഷസാ, എടാ മഹാഭാവി, നീ എന്നെ കത്തിച്ച് പെട്ടിയിലാക്കാനുള്ള പരിപാടിയാണോ? എടാ ഒരുപാട് മെഡലൊക്കെ കിട്ടിയിട്ടുള്ള പട്ടാളക്കാരനാണ് തോമസ് ഏട്ടൻ. അയാളുടെ ലൈസൻസ് ഉള്ള തോക്കുണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കൂലെന്ന് പറ വിനോദേട്ടാ. അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കൂല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളിവിടെ വരെ എത്തിയേ. ഓക്കേ, എഴുന്നേറ്റ്. നീ എഴുന്നേറ്റ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. എടാ വിഷ്ണു, ഇവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. നിങ്ങളും എന്നെ ഡ്രോപ്പ് ചെയ്യണോ വിനോദേട്ടാ? പോടാ, പോയി റെസ്റ്റ് ചെയ്യടാ, വീട്ടിൽ പോടാ. എന്താ ചങ്ങായി, ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഉറക്കൊന്ന് കൂവിയാ പോരെ, ആരെങ്കിലൊക്കെ വരില്ലേ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളിവിടെ വരെ എത്തിയത്. കാത് കേൾക്കാൻ പറ്റാണ്ടില്ല ചേച്ചിയെ, കണ്ണേ കാണാണ്ടുള്ളൂ. കണ്ണ് കാണാണ്ട് പിന്നെ നീ എങ്ങനെ ആംഗ്യം കാണിച്ചു കണ്ട്? എന്നെ ഈ അവസ്ഥയെ കാണുമ്പോൾ ചേച്ചി ഇങ്ങനെ ആംഗ്യത്തിൽ ചോദിക്കുന്നു. ഒരു 1.5 മിനിറ്റ് മുമ്പ് ഞാൻ പറയണ്ടായി. ഇപ്പം 2 മിനിറ്റായി. ആ ആയിക്കാണും. സമയമൊന്നും കൃത്യമായിട്ട് നോക്കാൻ പറ്റണില്ലല്ലോ. കൊച്ചിനെന്താ പറ്റിയേ? രാവിലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു 7 മണി വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്താ പറയാ, ഒരു ഇൻഫെക്ഷൻ. ഡോക്ടറെ കാണിച്ചില്ലേ? കാണാൻ പോയി, പക്ഷേ കാണാനൊത്തില്ല. അതെന്താ? അതല്ലേ ചേച്ചി പറഞ്ഞത്, കണ്ണ് കാണാൻ പറ്റണില്ലാന്ന്. ഡോക്ടർ എന്താടാ പറഞ്ഞേ? മരുന്ന് കഴിച്ചിട്ടുണ്ട്, 2-3 മണിക്കൂറിനുള്ള മാറിക്കോളും. ആശ്വാസായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ചേച്ചി, പ്രാർത്ഥിക്കണേ ചേച്ചി. അല്ല എവിടെയാണ് ചേച്ചി? എടാ നിനക്ക് കുടിക്കാൻ എന്താവട്ടെ? സാമേ നീ വന്നോ? സാമേ, ഇവിടെ അകത്തേതോ ഒരു ചാവാലിപ്പട്ടി കയറിയിട്ടുണ്ടോടാ? ഇല്ലല്ലോ. എന്തേ? കുറച്ച് നേരമായിട്ടേ ഒരു നല്ല ചൊറിയൻ പട്ടിയുടെ നാറ്റം. ആഹാ, സന്ദീപ് വന്നിട്ടുണ്ട്. അയ്യോ സന്ദീപ് ഉണ്ടോ? എവിടെയാടാ സന്ദീപേ? സുഖല്ലടാ? സുഖല്ലേ? എനിക്കൊന്ന് കാണണം. വേണ്ട, പകരും. ഇല്ല, നോക്കട്ടെ. എന്നെ രാവിലെ പരിശോധിച്ച ഡോക്ടർ ഇപ്പൊ കണ്ണ് കാണാണ്ട് അന്ധനായിട്ട് ഇരിക്കാത്ര. എന്നാ വേണ്ട. എന്നിട്ട് ഈ കണ്ണാണോ ചേട്ടൻ ദാനം ചെയ്യാൻ പോണത്? സന്ദീപേ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ല. മനസ്സിലായില്ല. ഒരാളെ കണ്ണ് കാണാൻ പറ്റാണ്ട് കഷ്ടപ്പെടുമ്പോഴേ കളിയാക്കി ചിരിച്ചാലേ കണ്ണടി ചൂട്ടിക്കൊന്ന് പറഞ്ഞാണ്. എക്സാക്ട്ലി. സാമേ, ഇന്നൊന്ന് വാഷ്റൂം വരെ കൊണ്ടുപോകാമോ? സാമാണോ അത്? ഞാൻ കൊണ്ടുപോകാം. സാമേ, നേരത്തെ കൊടിച്ചിപ്പട്ടിയുടെ മണം അടുത്തടുത്ത് വരുന്നുണ്ട്. അവറ്റകളുടെ കരച്ചിൽ കേട്ടില്ലേ? അവനത് വേണമായിരുന്നു. വർക്കൗട്ട് സ്റ്റാൻഡിങ് ആവും. നോക്കിയാ പൊളിയില്ലേ? എന്നാ വാ, നോക്കണ്ട. എവിടെയാണ്? എക്സ്ക്യൂസ് മീ,
ഒരു ഹെൽപ്പ് ചെയ്യോ? ഞങ്ങളിവിടെ ഇവൻറ്റ്സ് ആണ് ചെയ്യാറ്. ജിൻഡോ ആണല്ലേ? ജിൻഡോ? അതെ. അറിയോ? ഇല്ല, ഒരുപാട് കേട്ടു. അതെ. എനിക്ക് ലക്കിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. ലക്കിയോടാ? എന്തിന്? അത് ഞാൻ ലക്കിയോട്. ലക്കിയോട് എവിടെ തനിക്ക് വിളിക്കാൻ പറ്റുമോ വിളിക്കും. മനുഷ്യൻ അല്ലെങ്കിൽ പ്രാന്തത്തേക്കാണ്. കാണിച്ചു തരട്ടെ നിന്നെ. അതെ, അവിടെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അറിയോ? നീ ഞാനിപ്പോ ബിസിയാ. പിന്നെ കാണാൻ പറ. ഞാൻ പറ. അയ്യോ, എന്താല്ലേ ലക്കി ഭയങ്കര ബിസിയാന്ന്. പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞേ. ലക്കിയുടെ ആരായിട്ട് വരും? ബോയ് ഫ്രണ്ട് ആണല്ലേ? കിഴങ്ങൻ. പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ നല്ല ലുക്കുണ്ട്. ഹലോ. ഞാൻ എത്ര തവണയായി വിളിക്കണേ, നീ എന്താ ഫോൺ എടുക്കാത്ത? ഒന്നുമില്ല, ഞാൻ നീ പറഞ്ഞ പോലെ ബ്രേക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. എന്താടാ പറ മീനു? മീനാക്ഷി, നീ ദേഷ്യത്തിലാണോ? ദേഷ്യമേ? താങ്ക് യു അഭി. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ലെന്ന്. ചിന്തിച്ചു നോക്കിയപ്പോ ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് നിനക്ക് മനസ്സിലായി കാണൂല്ലേ? എല്ലാം മനസ്സിലായി. അപ്പൊ ശരി മീനാക്ഷി. നീ എന്നെ ഇൻസൾട്ട് ചെയ്യാണോ? ഇൻസൾട്ടോ? പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? പേരൊക്കെ വിളിച്ച്. ഓ ഇപ്പം സോറി മാഡം. ഇനിയിപ്പോ യുവർ ഹൈനസ് എന്നെല്ലാം വിളിക്കണോ? ഓ ഇനി മുംബൈ പോയിട്ട് പേര് മാറ്റിയോ? ഓ സോറി, എനിക്ക് പുതിയ പേര് അറിയില്ല കേട്ടോ. അഭി പ്ലീസ്, ഇങ്ങനെ ഒരു ഓഫർ എപ്പോഴും കിട്ടുന്നതല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എടോ, തന്റെ ഓഫർ, തന്റെ ജോലി, തന്റെ ലൈഫ്, തന്റെ പ്ലാൻ, തന്റെ ഡിസിഷൻസ്. ഓക്കെ, സോ പ്ലീസ് ഗോ അഹെഡ്. ഞാൻ ഈ ഓഫർ ഒഴിവാക്കണമെന്നാണോ നീ പറയുന്നേ? എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ ലൈഫിലൊന്നും ഇങ്ങനത്തെ ഒരു ഓഫർ ഒന്നും ഇല്ല. നമുക്ക് ആകെയുള്ള ഒരു ചെറിയ ജോലിയാണ്. ഓക്കെ, അത് മനസ്സമാനത്തോടെ എടുക്കാനായിട്ട് വിട്ടാൽ മാത്രം മതി. തനിക്ക് ബ്രേക്ക് അല്ലേ വേണ്ടിയിരുന്നത്? താൻ ബ്രേക്ക് എടുത്തോളൂ, മനസ്സിലായോ? അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വിളിച്ചിട്ട് സുഖാന്വേഷണം ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നീ ഇങ്ങനെ സംസാരിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്കും വേറെ ഒന്നും പറയാനില്ല. മീനാക്ഷി വസുദേവ്, സോ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ഹാവ് എ ഗുഡ് ലൈഫ്. ഓക്കെ, പക്ഷെ സോറി, എനിക്കൊരു ഗുഡ് ബൈ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാഡ് ബൈ ഡിയർ. ഓക്കെ? I'll miss you. You know. ഞെട്ടണ്ട. തനിക്ക് 2 തവണ തെറ്റിയപ്പോൾ തന്നെ ഞാൻ കറക്റ്റായിട്ട് ആ ടൈമിങ് കാൽക്കുലേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ടേ. കണ്ണ് കാണാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ സാന്ദ്ര? ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഇടയ്ക്കൊക്കെ. ഫ്രണ്ട്സിന്റെ കൂടെയാ? അല്ല, എനിക്കങ്ങനെ കൂട്ടം കൂടി നടക്കുന്നത് വലിയ താല്പര്യമല്ല. മോളിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും സിനിമയ്ക്കാണെങ്കിലും ഒക്കെ ഒറ്റയ്ക്കാണ് പോവാറ്. ആ, എന്തേ? അല്ല, അവിടെ പോയിട്ട് എന്ത് ചെയ്യും? സിനിമ കാണും. എങ്ങനെ? താൻ സ്വപ്നം കാണുന്ന കണ്ണ് തുറന്നിട്ടാണോ? അല്ല. അപ്പോൾ സിനിമ എൻജോയ് ചെയ്യാൻ എനിക്ക് കണ്ണ് വേണമെന്നില്ല. എനിക്കത് കേൾക്കാം, ആസ്വദിക്കാം. സിനിമ ജസ്റ്റ് ഒരു വിഷ്വൽ ആർട്ടല്ലല്ലോ, ഒരു ദൃശ്യ ശ്രവ്യ കലയല്ലേ. ഇൻട്രസ്റ്റിംഗ്. ഇന്ന് മൊത്തത്തിൽ മോളിൽ ആള് കുറവാണെന്ന് തോന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് ആള് കൂടുമ്പോൾ സഫക്കേഷൻ കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ശ്വസിച്ച് തള്ളിയിട്ടേ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയല്ലേ. ശരിയാ, സത്യമായിട്ടും. ഹലോ,
എവിടെ നോക്കിയാണ് സോറി നടക്കുന്നത്? സോറി ചേട്ടാ സോറി. തനിക്ക് വിഷമായോ? അയാൾ എന്തൊരു മനുഷ്യനാ. ഇതാണ് ലോകം. കണ്ണുള്ളവൻ വന്നിടിച്ചാലും കണ്ണില്ലാത്തവനാണ് കുറ്റം. പോട്ടെ, സാരില്ല, അയാൾക്ക് അറിയാഞ്ഞിട്ടല്ലേ. അതെ, പാവം ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനിലായിരുന്നിരിക്കും അല്ലേ? ഈ ബ്ലൈൻഡ് ആയവരുടെ സെൻസസ് ഒക്കെ നോർമൽ ആയവരെക്കാളും ഷാർപ്പാന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? ആയിരിക്കാം. അല്ല, നോർമലായവരെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ എന്താ നോർമലാണോ? അയ്യോ സോറി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, പൊതുവേ ആളുകൾ അങ്ങനെയാണ്. പണ്ടേ ഞങ്ങളെ വിളിക്കാനൊരു പേരുണ്ടല്ലോ, സ്പെഷ്യൽ പീപ്പിൾ. യെസ്, യു ആർ സ്പെഷ്യൽ. ആണോ? താങ്ക് യു. ലക്കി, ഐ എം സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. എന്ത്? അല്ല, കഫേയിൽ വെച്ച്. കഫേലാണോ? അല്ല, വാഷ്റൂമിൽ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ്, എന്തെങ്കിലും ഒന്ന് പറയുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് ഷോക്കായി പോയി. ഞാനും. നീ ഇതിന് ഷോക്കായി? നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്. എക്സ്പ്രഷനൊക്കെ നിങ്ങളിപ്പോൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടാ. ഇതെനിക്ക് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാ, മൈ ഫസ്റ്റ് കിസ്. അതിനെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതേപോലെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ബാത്റൂമിൽ വെച്ചിട്ടായിരുന്നില്ല. അപ്പം ഇതായിരുന്നു കാര്യം. ഐ എം സോറി ലക്കി, ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. അല്ല, എന്തായിരുന്നു ആ സങ്കല്പങ്ങൾ? അകത്തേക്ക് പറഞ്ഞുതരാം കേട്ടാ. മാറങ്ങട്ട്. ഇനി വീട്ടിനകത്തേക്ക് ഇടിക്കാനാണ്. ഇല്ല. ഒരു കാര്യം ചോദിച്ചാ വിഷമാവോ? ചോദിച്ചോളൂ. ജന്മന ബ്ലൈൻഡ് ആണോ? സോറി, വിഷമായോ? ഇല്ല, അത് പോട്ടെ. കണ്ണ് കാണുമായിരുന്നു, പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടൊരു 18 വയസ്സായപ്പോഴേക്കും ഒന്നും കാണാതായി. അല്ല, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ശരിയാവില്ലേ? ട്രീറ്റ്മെൻറ്റ് എടുക്കണേ പൈസ ഒരുപാടാവും. പിന്നെ ഒരു മാച്ചിങ് ആയിട്ടുള്ള കണ്ണ് കിട്ടണം. അതിനേക്കാളുപരി ഒരു ഡോണർ തയ്യാറാവണം. അങ്ങനെ ഒരു മെമ്മറി ചോദിച്ചാൽ എന്തായിരിക്കും ആദ്യം മനസ്സിൽ വരിക? മെമ്മറി, തണ്ണീർമത്തൻ. ഈ തണ്ണീർമത്തൻ്റെ കളറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ, ഗ്രീൻ റെഡ് കോംബോ. ശരിയാ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? പോവാലോ. ഏത് പടത്തിനാ പോവാ? ഏത് പടം? പിന്നെ പ്രശ്നമാണെന്ന് പറയാം. അമ്പിളി ജാക്സൺ അല്ല കേട്ടോ. അമ്പിളി എന്ന് പേരുള്ളൊരു സിനിമ ഇറങ്ങി. അമ്പിളി ഞാൻ പോവാം, അമ്പിളിക്ക് പോവാം. ഞാൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. എത്രയേട്ടാ? 121. ചേട്ടാ കാശ്. ആ ശരി. നല്ലൊരു കുറച്ച് മധുരം കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. നൊസ്റ്റാൾജിയാണല്ലോ. മധുര പുളിയാ? മധുരം കുറഞ്ഞ് പൊളിച്ചു തുടങ്ങിയപ്പോൾ നിർത്തി. ഡേയ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആളെടുത്തും എടുത്തോണമെന്നാണോ? എക്സ്പയറി ഡേറ്റ് ആയി കഴിഞ്ഞു, അതുകൊണ്ട് മേടിച്ചതാ. മീനാക്ഷി വിളിച്ചിരുന്നു. എന്താ വിശേഷം? അവൾക്ക് അവിടെ ബോംബെയിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചുണ്ടാവില്ല. അല്ല, അപ്പം മിഠായി ജോലി റെഡി ആയതിൻ്റെ അതോ തിരിച്ചിങ്ങോട്ട് വരാതെ? രണ്ടാമത് പറഞ്ഞില്ല. അല്ല, അപ്പോൾ അവളെങ്ങനെ ഇങ്ങോട്ട് വരില്ലേ? നിനക്കറിയായിരുന്നോ? അവൾ എന്നോട് ആദ്യം പറഞ്ഞത്.
എടാ അപ്പം നീ അങ്ങോട്ട് പോകുന്നില്ലേ? അതെന്തിനാണ്? എനിക്കെന്താ അവിടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലേ? എടാ അല്ല ഇതിപ്പോൾ അവള് ഈ വീട് മാത്രമല്ല നിന്നെ ഉപേക്ഷിച്ചാണോ സ്കൂട്ടായത്? ആരും ഉപേക്ഷിച്ചിട്ടില്ല, സ്കൂട്ടായിട്ടുമില്ല. ഇതിന് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, അത്രേ ഉള്ളൂ. കോമയാണോ ഫുൾ സ്റ്റോപ്പ് ആണോ? ഫുൾ സ്റ്റോപ്പ്. അപ്പം നിന്റെ കാര്യം? എനിക്കെന്താ? നീ അവളുടെ ഫ്രണ്ടല്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ ഒന്നും ഫ്രണ്ട് അല്ലേ? അതല്ല, അപ്പോൾ അവൾ നീ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പോൾ നീയും ഇവിടെ നിൽക്കോ പോ എന്നാണ്. ആ ഞാൻ പോവും, പക്ഷെ നിങ്ങളൊക്കെ കൊണ്ടേ പോവൂ. ഡാവി വന്ന് ഫുഡ് കഴിക്കേ. അപ്പൊ കണ്ടോ, വിശപ്പില്ല, ക്ഷീണം, ഞാൻ ഇന്ന് കിടക്കട്ടെ എന്നൊക്കെ പറയും. എന്താ കഴിക്കാൻ? ചപ്പാത്തി എഗ് കറി. ഗുഡ്, നല്ല വിശപ്പ്, എടുത്തോ. ട്വിസ്റ്റ് കറി ഞാൻ എടുത്തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. ആ പിന്നെ ഒരു കാര്യം, മീനു ഇപ്പോഴും നിങ്ങളുടെ നല്ല ഫ്രണ്ട് തന്നെയാണ്. ഓക്കെ, ഞങ്ങളുടെ ബന്ധം എങ്ങനെയായെന്ന് കരുതി അവളോട് ദേഷ്യമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഓക്കെ? ഞങ്ങൾക്ക് എന്ത് ദേഷ്യം? അവള് മുംബൈയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതെപ്പോ കൊടുത്ത നീ എന്താ എന്നോട് പറയാത്തത്? അതങ്ങനെ വലിയ ലിസ്റ്റ് ഒന്നുമില്ല. പോണം, മുട്ട കഴിച്ചു. എനിക്കുണ്ടോ? മുട്ട കഴിക്കടാ. വൈറ്റ് മാത്രം മതി.